everyone, welcome back to my channel. Hope you all are doing good. കുറേ ആയി ഞാൻ വ്ളോഗ്സൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാനിപ്പോൾ കുറേ വ്ളോഗ്സ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഇട്ടിട്ടില്ല. അപ്പം ഇതെനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ തോട്ട് ദിസ് ഗോണ ബി ദ മോസ്റ്റ് എക്സൈറ്റിംഗ് വീഡിയോ എവർ ഇൻ മൈ യൂട്യൂബ് ചാനൽ. ബട്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വീഡിയോ ഒട്ടും എക്സൈറ്റിംഗ് ആയിരിക്കത്തില്ലെന്ന്. കാരണം മൈ റിയൽ ലൈഫ് വാസ് സോ എക്സൈറ്റിംഗ് ദാൻ ദ വീഡിയോ ദാറ്റ് ഐ കുഡൻറ്റ് ടേക്ക് എനി വീഡിയോസ്. ഞാൻ ഒരിക്കലും പിന്നെ ഞാൻ ലേറ്റർ ഓൺ ഐ തോട്ട് ഞാൻ ഒരിക്കലും എൻ്റെ ഈ ഒരു ട്രിപ്പ് വീഡിയോസ് എടുത്ത് വ്ളോഗ് പോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ സ്പോയിൽ ആക്കത്തില്ല. റാദർ ഞാൻ എന്താ പറയുക, ആ ഒരു ലിവ് ദ മൊമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രസൻറ്റ് എൻജോയ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കുട്ടി വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഗ്ലിംസ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഈ ഗ്ലിംസിലൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്തതിൻ്റെ ഒരു 5% പോലും അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ദിസ് ട്രിപ്പ് വാസ് സോ ഗുഡ്. അപ്പോൾ പറയാൻ വിട്ടുപോയി, ഞങ്ങളുടെ കോളേജ് ട്രിപ്പാണ് കേട്ടോ. ഞങ്ങൾക്ക് കോളേജ് ട്രിപ്പ് ഗോവയ്ക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോളേജ് ട്രിപ്പിന് പോവുകയാണ്. ഞങ്ങളുടെ ബാച്ച്മേറ്റ്സും ക്ലാസ്മേറ്റ്സും എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റ് മേറ്റ്സും എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് കുരുവൊക്കെ പറഞ്ഞ് പോവുകയാണ്. 2 കുരുവാണ് ഇപ്പം പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ടുള്ളത്, ഗോവയ്ക്ക് പോയിട്ട് വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ട്. അപ്പം എല്ലാവരും വന്നിട്ടുണ്ടായി. ഞങ്ങളുടെ ക്ലാസ്സിലാകെ 2 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും വന്നു കേട്ടോ. അങ്ങനെ വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഡാൻസും പാട്ടും എൻജോയ് ചെയ്ത് സെറ്റായിട്ടാണ് നമ്മൾ പോകുന്നത്. മൺഡേ ആണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. 3 days ട്രിപ്പാണ് കേട്ടോ. അപ്പം നേരെ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ബസ്സിലിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഫുഡും കാര്യങ്ങൾക്കൊക്കെ ഇനി അവർ സ്റ്റോപ്പ് ചെയ്യും. അപ്പം ഞങ്ങൾ ആ ഒരു ടൈം അങ്ങ് അടിച്ച് പൊളിക്കുകയാണ്. ഞങ്ങൾ ഒന്നിനെ പറ്റിയും ചിന്തിക്കുന്നില്ല. പാട്ടും ഡാൻസും എല്ലാവരും വൈബാക്കുകയാണ് കേട്ടോ ആ ഒരു എൻറ്റയർ ടൈം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കംപ്ലീറ്റ് പാട്ടും നമ്മുടെ സ്ക്രീമിങ്ങും ഒക്കെ നിങ്ങളെ കേൾപ്പിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ എന്താ പറയുക അങ്ങ് കാണിക്കാൻ നിന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെയാണ് ഞാൻ പ്രോപ്പറായിട്ട് വ്ളോഗിന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ. പിന്നെ ഞാൻ വ്ളോഗ് എടുക്കുന്ന കാര്യമേ മറന്നുപോയി. ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് ഷോർട്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വ്ളോഗ്സ് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ കാണുന്ന അതായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഞങ്ങളൊരു വെജ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നാനും പിന്നെ എന്താ പറയുക പനീറൊക്കെ കഴിച്ചു. പിന്നെ നേരെ ഞങ്ങൾ ഗോവയിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഗോവ അടിപൊളി സ്ഥലമാണ്. ഐ ഡിഡ്ന്റ് നോ ഗോവ വാസ് ദിസ് ഈസ്തറ്റിക് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം ഞങ്ങൾ റിസോർട്ട് വന്നിട്ട് പാം റിസോർട്ടാണ്. അപ്പം ഞങ്ങൾ അവിടെ പോയി. റിസോർട്ടിൻ്റെ ആംബിയൻസും ഒക്കെ അടിപൊളിയാണ്. ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒന്നിച്ച് വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ ഞങ്ങളുടെ കൂടെ കുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുക്ക് ചെയ്യാനും ഒക്കെ. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കുക്ക് ചെയ്യാനല്ല, എൻറ്റയർ ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നേരെ ഞങ്ങൾ ഫ്രഷായി റെഡിയായി ഫസ്റ്റ് ഞങ്ങൾ കാലംകുട്ടി ബീച്ചിലോട്ടാണ് പോകുന്നത്. ഐ ഡോണ്ട് നോ വെദർ ദാറ്റ്സ് എ റൈറ്റ് പ്രൊനൗൺസിയേഷൻ. കാലംകുട്ടി ബീച്ചിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പ്രോപ്പറായിട്ട് അടിപൊളിയായിട്ട് റെഡിയായി. ഞങ്ങൾ ഡ്രസ്സാണ് ഞങ്ങൾ 2 പേര് ഇട്ടിട്ടുണ്ടായിരുന്നത്. നേരെ ഞങ്ങൾ ബീച്ചിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഹാറ്റൊക്കെ കണ്ടു, കുറേ ഷോപ്പിംഗ് എന്താ പറയുക സ്ഥലമൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾ 2 പേരും 2 ഹാറ്റ് മേടിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് ഇറങ്ങുകയാണ്. അപ്പം ഐ എം ഫസ്റ്റ് ഓഫ് ഓൾ നോട്ട് അറ്റ് ഓൾ എ ബീച്ച് പേഴ്സൺ. എനിക്കങ്ങനെ ബീച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളെ അല്ല കേട്ടോ. ഞാൻ ബീച്ചിൽ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് പിക്ചേഴ്സ് എടുക്കുന്നുള്ളത് അല്ലാണ്ട് ഞാൻ ബീച്ചിൽ ഇറങ്ങി വെള്ളത്തിലൊക്കെ ഇറങ്ങുന്ന ഭയങ്കര കുറവാണ്. മോറോവർ ആ ബീച്ച് ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. നമ്മൾ നാട്ടിലൊക്കെ അത്യാവശ്യം ബീച്ച് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ബീച്ചിനോട് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണത്തില്ല. ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ ബീച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ചോറും ദാലും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഫുഡും കഴിച്ച് പൂളിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. പൂളിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ 3-4 hours കണ്ടിന്യൂസ്ലി ഞങ്ങൾ പൂളിലായിരിക്കും. പൂളിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ വീണ്ടും എന്താ പറയുക എങ്ങോട്ടെങ്കിലും പോകും. നമ്മൾ ചുമ്മാ ഇരുന്നിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ പൂളിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് പിക്ചേഴ്സൊക്കെ കാണാം. ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിൽ വീഡിയോസായിട്ട് കാര്യമായിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിക്ചേഴ്സ് ആഡ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു പൂളിലോട്ട്. പൂളിൽ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കയറാനായിട്ട് തോന്നത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് ഈവനിങ് ബാഗ ബീച്ച് പോകണം. അതുകൊണ്ട് തന്നെ നേരെ പോയിട്ട് അടുത്ത് റെഡി ആവുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഈവനിങ് ഞങ്ങൾ നേരെ ബാഗ ബീച്ചിലോട്ട് പോയി. ബാഗ ബീച്ച് പ്ലസ് നൈറ്റ് വൈബ് ഇസ് ലൈക്ക് സോ ഗുഡ്. അടിപൊളിയാണ്. പിന്നെ എന്താ പറയുക ഞങ്ങൾ ബ്രേക്ക് ചെയ്തു. ദിസ് ഈസ് സംതിങ് ദാറ്റ് വി തോട്ട് വി വുഡ് നെവർ ഗെറ്റ്. പക്ഷേ നമ്മളത് ചെയ്തു ഗൈസ്. ആ ബ്രൈഡ്സ് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു കേട്ടോ. പിന്നെ ആയിഷ വാസ് ലൈക്ക് നമുക്ക് ചെയ്യാം, നമുക്ക് നോക്കാമല്ലോ എങ്ങനെ ആയിരിക്കുന്നു. പിന്നെ ഞങ്ങൾ 2 പേരും ഓരോ ബ്രൈഡ്സ് വെച്ചിട്ട് കെട്ടുകയാണ്. ഗോവയിൽ വരുന്ന എല്ലാവരുടെ തലയ്ക്കും ഈ ഒരു ബ്രൈഡ്സ് കാണും. പിന്നെ ഇത് വീഡിയോ ഒക്കെ എടുത്തിട്ട് പക്ഷേ എനിക്ക് ഇഷ്ടമായിട്ടോ. ഇറ്റ് വാസ് പ്രിറ്റി ലൈക്ക് ഒരു ഗോവ വൈബ് അങ്ങോട്ട് തരുന്നുണ്ടായിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഞാനും ഐഷയും വി തോട്ട് വിൽ ഹാവ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. അങ്ങനെ ഞങ്ങൾ നേരെ ആ ബീച്ചിൽ തന്നെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് ഇരിക്കുകയാണ്. ഇറ്റ് വാസ് നോട്ട് എ ഡിന്നർ. ഞങ്ങൾ പെപ്സിയും കൊക്കോക്കോളയും അതൊക്കെ മേടിച്ചിട്ട് അതിനോടൊപ്പം തന്നെ എന്താ പറയുക, ഞങ്ങൾ ചിക്കൻ സ്റ്റീക്കാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചിക്കൻ സ്റ്റീക്ക് ട്രൈ ചെയ്യുന്നത്. ഈ ഡ്രാമയൊക്കെ കണ്ടിട്ട് എനിക്ക് ശരിക്കും ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഐഷ പറഞ്ഞത് ഇറ്റ്സ് ടേസ്റ്റി, ലെറ്റ്സ് ട്രൈ എന്ന് പറഞ്ഞിട്ട് അവൾ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. പിന്നെ നേരെ ഞങ്ങൾ ചിക്കൻ സ്റ്റീക്ക് മേടിച്ചു. ആൻഡ് ഇറ്റ് വാസ് സോ ടേസ്റ്റി. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ചിക്കൻ്റെ കൂടെ തന്നെ സാലഡും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് പതുക്കെ ബീച്ച് വൈബൊക്കെ എൻജോയ് ചെയ്ത് ആ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ കഴിക്കാൻ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ലൈക്ക് ദിസ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് ടു. അങ്ങനെ എന്താ പറയുക, എനിക്ക് എൻ്റെ ഔട്ട്ഫിറ്റ്സും ഒക്കെ സീരിയസ്ലി ഞാൻ ഒരിക്കലും ഇടും എന്നൊന്നും വിചാരിച്ച ഔട്ട്ഫിറ്റ് അല്ലായിരുന്നു കേട്ടോ. ലാസ്റ്റ് പ്ലാൻ ആണെങ്കിലും എനിക്ക് എല്ലാം ഇഷ്ടമായി ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നേരെ ഈ ഒരു ഗുവാവ ഉണ്ടായിരുന്നല്ലോ, പേരയ്ക്ക, അത് ഉപ്പിലിട്ട് അതൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ബസ്സിലോട്ട് കയറുകയാണ്. അപ്പം ഇപ്പം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിട്ട് നിങ്ങൾ ഇതിനിടയ്ക്ക് കുറേ ഉണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാത്തത് കൊണ്ടാണ്. ഞങ്ങൾ നേരെ ബസ്സിൽ കയറി നേരെ പി ജി പോയി ഫുഡ് കഴിച്ചു. ബാക്കിയുള്ളത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.